ജൂലൈ 27 ഒരു കാഴ്ചയാണ്. സമയം രാത്രി 8:30 മണിയായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണ രാവിലെയൊക്കെ അത്യാവശ്യം കൊഴിയാള മീനും അതുപോലെ നെത്തോലി മീനൊക്കെ കാണുന്നതാണ്. പക്ഷെ ഇന്ന് രാവിലെ കുറച്ച് നെത്തോലി മീനുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണി 3 മണി 4 മണി സമയമൊക്കെ ഈ തട്ടുമണി വലിക്കാൻ പോയവർക്കായിരിക്കാം ഈ മീനൊക്കെ വന്നിട്ടുള്ളത്. എന്ത് മീനാണെന്ന് നോക്കാം നമുക്ക്. കൊഴിയാള മീനാണ് കേട്ടോ, പ്രധാനമായിട്ടും സൈസുള്ള കൊഴിയാള തന്നെയാണ്. അപ്പോൾ കമ്പനിക്കാർ തന്നെയാണ് കേട്ടോ പ്രധാനമായിട്ട് ഇതിനെ അളന്നെടുക്കുന്നത്. ഓരോ കുട്ട വീതം അളന്ന് അവരുടെ ബോക്സിലും അതുപോലെ തൊട്ടിയിലൊക്കെ തട്ടിക്കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒക്കെ കമ്പനിക്കാരെ അളന്ന് വെച്ചിരിക്കുന്നതാണ് കൊഴിയാള മീൻ. ഈ കാണുന്നതെല്ലാം കൊഴിയാള മീനുകൾ തന്നെയാണ്, കമ്പനിക്കാർക്ക് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ ഇപ്പൊ വന്ന കുറച്ച് തട്ടുമടിക്കാർക്കാണ് ഈ കാണുന്ന കൊഴിയാള മീന്, അതുപോലെ കുറച്ച് മരപ്പാ ക്ലാത്തി, ഉടുപ്പൂര് ക്ലാത്തി എന്ന് പറയത്തില്ലേ അത്, അതുപോലെ സൂചിക്കണവ, അങ്ങനത്തെ കുറച്ച് മീനുകളാണ് വരുന്നത്. നമ്മള് രാവിലെ വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. രാവിലെ നമ്മളിവിടെ ഇല്ലാത്തത് കാരണം വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ കാണുന്ന വെള്ളം നിറയെ കൊഴിയാള മീനുണ്ട് കേട്ടോ. ഇത് ചെയ്യുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു കുട്ടയ്ക്ക് ലേലം ചെയ്യും കേട്ടോ. ഒരു കുട്ടയുടെ ആ കൊഴിയാള മീനിന് ലേലം ചെയ്യുമേ. ഒരു കുട്ടയുടെ ആ ലേലം കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ മീനുകളും അതേ റേറ്റിന് തന്നെ കമ്പനിക്കാർക്ക് അളന്നു കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ജൂലൈ 27 സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. 8 മണിക്കാണ് തട്ടുപടിക്കാർക്ക് ഈ കൊഴിയാള മീനുള്ളത്. സൈസ് കൊഴിയാള മീൻ തന്നെയാണ് കേട്ടോ, വലിയ സൈസ് കൊഴിയാള മീനാണ്. നമ്മുടെ വിഴിഞ്ഞ വള്ളക്കാരാണ് കേട്ടോ, വിഴിഞ്ഞം തട്ടുപടിയാണ്. ഇവർക്ക് ഈ പറയുന്നത് പോലെ കൊഴിയാള മീൻ തന്നെയാണ് അളന്നെടുക്കുന്നത്. അറുപത്തിയേഴായിരം, 67,100, 200, 200, 67,200, 300, 400, 67,400, 400, 67,400, 500, 3000. നമ്മളിപ്പോ കണ്ട ലേലവിളിയെ അത് വന്നിട്ട് സൂചിക്കണമെന്ന് പറയും കേട്ടോ. അപ്പൊ ഈ സൂചിക്കണവ 5 കുട്ട നിറയെ വെച്ചിട്ടുള്ള ലേലമാണ്. അപ്പൊ അത് നമ്മൾ പകുതി ലേലമാണ് കാണിച്ചത്. വേറൊരു കാര്യം പറയാനുള്ളത്, ഇത് കമ്പനിക്കാർ എടുക്കുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്ന സമയം അവർക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടാകും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഫുൾ ലേലവിളി കാണിക്കാത്തത്. കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരെ വള്ളക്കാരോട് ഓരോ കുട്ട വാങ്ങിച്ചിട്ട് അവിടെ ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് ജൂലൈ 27 സമയം രാത്രി 8 മണിയായിട്ടുണ്ട്. അപ്പം നേരത്തെ വൈകുന്നേരമൊക്കെ വന്ന വള്ളവള, തമിഴ്നാട് വള്ളവള, അതുപോലെ വിഴിഞ്ഞം വള്ളക്കാര്, ഇവർക്കൊക്കെ നമ്മുടെ തോണ്ടിക്കണവ എന്ന് പറയും കേട്ടോ. ഇവിടെ അറിയാമല്ലോ, നമ്മുടെ ഒരുപാട് വീഡിയോസിലുണ്ട്. തോണ്ടിക്കണവ, കല്ലം കണവ എന്നൊക്കെ പറയുന്നത് ഒരു കുട്ട 2 കുട്ട അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ വീഡിയോ ചെയ്യാത്തത് കാരണമാണ് കേട്ടോ ഈ രാത്രി സമയമുള്ള ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാരെ കാണിച്ചു തരുന്നത്. പിന്നെ നമുക്ക് നേരത്തെ ഒരു കാര്യം പറയാനുള്ളത്, നേരത്തെ നമ്മൾ സൂചിക്കണവ എന്ന് പറഞ്ഞത് സൂചിക്കണവയല്ല, ചതക്കണവയാണ് കേട്ടോ. കാരണം സൂചിക്കണവയ്ക്ക് ഇത്ര റേറ്റ് പോകത്തില്ല, കാരണം അറിയാതെ നമ്മൾ പറഞ്ഞതാണ്. അപ്പൊ അത് ലേലം ചെയ്ത നമ്മുടെ ആന്റണിയോട് ചോദിച്ചപ്പോൾ പുള്ളിയാണ് പറഞ്ഞത് ചതക്കണവയാണ് കേട്ടോ. വേറെ വള്ളങ്ങളൊന്നുമില്ല കേട്ടോ. ഇനി വള്ളങ്ങള് ചിലപ്പോ രാത്രി 11 മണി മുതൽ ചിലപ്പോ കണ്ടിന്യൂ ലേലവിളി ഉണ്ടായിരിക്കും കേട്ടോ, പറയാനൊന്നും പറ്റത്തില്ല. കരക്കാർ വാങ്ങിച്ച് ഷെയർ ചെയ്തെടുക്കുന്ന കാഴ്ചയുണ്ട്. കരക്കാർ ഷെയർ ചെയ്തിരിക്കുകയാണ്. എന്ത് കൊടിയാളെ കളന്ന് തീർന്നോ? ആ, കുഴികളൊക്കെ അളന്ന് തീർന്നു. തീറ്റയ്ക്കുള്ളത് അല്ലേ, കോഴി തീറ്റയ്ക്കുള്ളത്. മറ്റേത് മാർക്കറ്റ് മീൻ, അത് ഫ്രഷ് ആണ്. അത് വളരെ ഫ്രഷ് ആയിട്ടുള്ള കൊഴിയാളെ ആയതുകൊണ്ട് അത് മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ഫ്രഷ് ആണ് കേട്ടോ. അതായത് ഫ്രഷ് ആയിട്ടുള്ള കൊഴിയാള മീനാണ്. അതായത് ഈ വിലയ്ക്ക് ദാണ്ട ഈ കാണുന്ന തീറ്റയ്ക്കുള്ള മീൻ കിട്ടത്തില്ലേ, അത് നമ്മുടെ കൂട്ടുകാർ മനസ്സിലാക്കണം. തീറ്റയ്ക്കുള്ള മീൻ വളരെ വില കുറവായിരിക്കും. ഇത് അത്യാവശ്യം വില വരും കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. വൈകുന്നേരം സമയം പോയി കൊണ്ടുവന്നതാണ് ഇത്. തട്ടുപണിക്കാർ അവരുടെ മീനൊക്കെ ലേലത്തിൽ കൊടുത്തുകൊണ്ട് ഇതാ പോകാൻ പോവുകയാണ്. 2ാം പ്രാവശ്യം പണി ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ. തട്ടുപണി വലിക്കാനായിട്ട് പോവുകയാണ്.
പറയാൻ പറ്റത്തില്ല. മീനിന് ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ രാത്രി വരിക. രാത്രി ഇനിയും വള്ളങ്ങൾ കണ്ടിന്യൂ വരാനുണ്ട്. ഒരുപാട് വള്ളക്കാരൊക്കെ വരാനുണ്ട്.